നല്ല ഒരു പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമുക്ക് തരുന്നതായ സമയങ്ങളും അവസരങ്ങളും ദൈവത്തിൻ്റെ ദാനം എന്ന് കൈക്കൊള്ളുന്നവർക്കും എണ്ണുന്നവർക്കും മാത്രമേ ദൈവവചനത്തെ കേട്ട് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ ദൈവത്തെ ഭയപ്പെടാൻ കഴിയുള്ളൂ. നമ്മുടെ സമയത്തിന്മേലും കാലങ്ങളിന്മേലും ആയുസ്സിൻ്റെ മേലിലും ദൈവത്തിനൊരു പരമാധികാരമുണ്ട് എന്ന് ആർ ചിന്തിക്കുന്നുവോ, ആർ അംഗീകരിക്കുന്നുവോ, അവരോട് ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ മധ്യത്തിൽ ദൈവം ഊറ്റും. സമയാനുസമയം ദൈവം അവർക്ക് വേണ്ടതായ ആലോചനകളും അവരുടെ വഴികളിൽ മേലുള്ളതായ ദൈവത്തിൻ്റെ നടത്തിപ്പും അവരുടെ സൂക്ഷിപ്പിനെക്കുറിച്ചെല്ലാം അവരോട് സമയാനുസമയം സംസാരിച്ചു കൊണ്ടിരിക്കും. നോക്കൂ, ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിക്കുമ്പോൾ മോശയോട് പറയുകയാണ്, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടം എൻ്റെ സന്നിധിയിലെത്തി, കണ്ണുനീർ എൻ്റെ സന്നിധിയിലെത്തി എന്ന് പറഞ്ഞാൽ ആ ഇസ്രായേൽ ജനത്തെ ദൈവം സ്നേഹിച്ചു എന്നാണ് അർത്ഥം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത് യോനയുടെ പുസ്തകത്തിൽ നിന്നാണ്. നിനവേക്കാരെ കുറിച്ചാണ്. എങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതയും സങ്കടവും അവരുടെ ഊഴിയവേലയിലുള്ളതായ ആ നിലവിളിയും കണ്ണുനീരുമൊക്കെ ദൈവസന്നിധിയിലെത്തി എന്ന് പറയുന്നുവോ, അതുപോലെ തന്നെ വേറൊരു വിഭാഗം ജനങ്ങളെക്കുറിച്ച്, നിനവേക്കാരെക്കുറിച്ച് യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം യോനയോട് പറയുകയാണ്, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിലെത്തി. ഒരിടത്ത് ദൈവം കാണുന്നത് ചില മനുഷ്യരുടെ കണ്ണുനീർ, സങ്കടങ്ങൾ. വേറൊരിടത്ത് ദൈവം കാണുന്നത് ചില മനുഷ്യരുടെ ദുഷ്ടത. ഇത് രണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ഇതിൽ ആരാണ് ദൈവം സ്നേഹിക്കുന്നവർ, ദൈവം സ്നേഹിക്കാത്തവർ? ദുഷ്ടത പ്രവർത്തിച്ചവരെയും കണ്ണുനീരിൽ കൂടെ പോയവരെയും ദൈവം സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം ഇസ്രായേൽ ജനത്തെ സ്നേഹിച്ചതുപോലെ തന്നെ ദൈവം അശൂറിൽ വംശക്കാരായിരുന്ന നിനവയിൽ പാർത്തിരുന്ന ജനങ്ങളെയും സ്നേഹിച്ചു. അതിനൊരു കാരണമുണ്ട്. അവർ ഇസ്രായേൽ പൗരതയോട് ബന്ധമൊന്നുമില്ലാത്തവരാണ്. മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് വലിയ തിട്ടങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ സർവശക്തനായ ദൈവം, ഉയരത്തിൽ വസിക്കുന്നവനായ അത്യുന്നതനായ ദൈവം സർവ്വജഡത്തിൻ്റെയും ദൈവമാണെന്ന് അവർ ഏറ്റുകൊണ്ടിരുന്നതായ ഒരു ഭരണകൂടം അവർക്കുണ്ടായിരുന്നു, ഒരു തത്വമുണ്ടായിരുന്നു. സർവശക്തനായ ഒരുവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ അനുവദിച്ചു തരുന്ന സമയങ്ങൾ മാത്രമേ നമുക്ക് ഭൂമിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അനുഭവിക്കുവാൻ പറ്റുള്ളൂ എന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ദൈവം യോനയോട് പറഞ്ഞത്. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ യോനയോട് ദൈവം പറയുകയാണ്, യോനയെ, നീ വീണ്ടും 2-ാം പ്രാവശ്യം ഞാൻ നിന്നോട് പറയുന്നു, നീ നിനവയിലേക്ക് പോയി അവരോട് ഞാൻ പറഞ്ഞതായ വചനം, അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുള്ളതായ വചനം നീ അവരോട് പ്രസംഗിക്കണം, അവരോട് പറയണം. ദൈവത്തിന് അങ്ങ് മറന്നു കളഞ്ഞാൽ പോരെ? യോനയോടുള്ളതായ അവിശ്വസ്തതയ്ക്ക് കൊടുക്കാവുന്നതായ ശിക്ഷയേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ശ്രദ്ധ നിനവേക്കാരായിരുന്നു. യോന പോയി 3 നാൾ വഴിയുള്ളതായ മഹാരാജ്യത്തോട് സുവിശേഷം പ്രസംഗിച്ചു. 1-ാം ദിവസം യോന അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ തന്നെ ജനത്തിൽ വലിയൊരു മാനസാന്തരം, ദൈവം വരുത്തുവാൻ പോകുന്നതായ അനർത്ഥത്തെക്കുറിച്ചുള്ള ഒരു ബോധം. സംഗതി രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നു. ആ വർത്തമാനം രാജാവ് കേട്ടുടനെ ദേശത്തെല്ലാം ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. കമോൺ, നമ്മുടെ ദുഷ്ടത വലുതായിരിക്കുന്നു, നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം ദൈവം തന്നു. നാം ദൈവത്തോട് നിലവിളിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ ഇതാ സമയം വന്നിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമായി. ഇതാണ് അവരെ സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ മുൻപിൽ കണ്ടതായ കാരണം. ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നത്, ദൈവം ആ ജനത്തെ സ്നേഹിച്ച് പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തിന് പ്രകാരം അവരുടെ മേലുള്ളതായ ഊഴിയവിചാരങ്ങളുടെ കാലയളവിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം യാക്കോബിനോടും അബ്രഹാമിനോടും ഒക്കെ സംസാരിച്ചതായ ആ പ്രവചനങ്ങളുടെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം അവിടെ വന്നപ്പോൾ ദൈവം അവരുടെ സങ്കടങ്ങളെ കണ്ടു. ഇവിടെ
ഒരു കൂട്ടം ജനത്തിൻ്റെ മാനസാന്തരത്തെ ദൈവം മുൻകണ്ടു. എൻ്റെ വചനം അവിടെ എത്തുമ്പോൾ അവർ മാനസാന്തരപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു കാഴ്ചപ്പാടുണ്ടായി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയോ ദൈവം സ്നേഹിക്കുന്ന ജാതിയോ എന്നുള്ളത് ഒരു വേർകൃത്യം ഇവിടെ വരുന്നില്ല. രണ്ടിടത്തും ദൈവം മാനസാന്തരപ്പെടുന്ന മനുഷ്യരെ, കണ്ണുനീരൊഴുക്കുന്ന മനുഷ്യരെ, ദൈവത്തിലേക്ക് നിലവിളിക്കുന്ന മനുഷ്യരെ ദൈവം അവരെ ഓർക്കുന്നു, ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇല്ലായെങ്കിൽ നിനവേക്കാരോട് ഇത്ര വലിയ മമത കാണിക്കേണ്ട ആവശ്യം എന്താണ്? യോന ദൈവത്തെ പല രീതിയിൽ ചോദ്യം ചെയ്തു. കണ്ടോ കർത്താവേ, ഞാൻ എൻ്റെ ദേശത്തായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതാണ്, ഇന്ന രീതിയിൽ പറഞ്ഞതാണ്. യോന താൻ പറഞ്ഞതുപോലെ സംഭവിക്കേണ്ടതിന് അങ്ങ് കിഴക്കേ അറ്റത്തുള്ള ഒരു ദ്വീപിൽ ചെന്ന് ഒരു കുടിലുമുണ്ടാക്കി അനർത്ഥത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിയാണ്, പ്രസംഗിച്ചതുപോലെ ദൈവം ചെയ്യുന്നോ ഇല്ലയോ എന്ന് അവന് സംശയം. എന്നാൽ ഒരു പ്രസംഗിയുടെയും മനസ്സിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ദൈവം വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരോട് ദൈവം ചെയ്യുന്നതായ പ്രവൃത്തിയുടെ സാരാംശങ്ങളെ ദൈവം അവരുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം സൂക്ഷിക്കുന്നു. ഒരു പ്രവാചകന്മാരുടെ മനസ്സിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. അവരോട് പറഞ്ഞ വചനങ്ങൾ മാത്രം പറയുവാനേ ദൈവം അവരെ ഉപയോഗിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവജനത്തെ ദൈവത്തിൻ്റെ ഉപദേശം കേട്ട് മാനസാന്തരപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ എവിടെയുണ്ടോ, അവർ ഏത് ജാതിയിലാണെങ്കിലും ഏത് വംശമാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും മാനസാന്തരപ്പെടുന്നതായ ഒരു പാപിയെ ഓർത്ത് സ്വർഗം കാത്തിരിക്കുകയാണ്. 99 നീതിമാന്മാരെക്കാൾ ദൈവം മാനസാന്തരം കൊണ്ട് ആവശ്യമുള്ള ഒരു പാപിക്ക് വേണ്ടി സ്വർഗം കാത്തിരിക്കുകയാണ്. ലോകത്തിൽ ധാരാളം നീതിമാന്മാരുണ്ട്, നീതി പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, പ്രസംഗം കേൾക്കുന്നവരുണ്ട്, ആരാധന കഴിക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, സന്തോഷം കർത്താവിനെ കുറിച്ച് ധാരാളം സംസാരിക്കുന്നവരെ കാണും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം നോക്കുന്നത് ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുന്നവരാരോ, ദൈവത്തിൻ്റെ ശബ്ദം അവരിൽ ഉണ്ടാക്കുന്നതായ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രതിശേഷി, അവരിൽ എന്താണ് ഒരു പ്രതികരണം അവരിൽ ഉൽപ്പാദിതമാകുന്നത്. നമ്മുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുകയുണ്ടായി, ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട ഒരു വസ്തുതയാണെന്ന് നമുക്ക് ബോധ്യം വേണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയുള്ളൂ. ഇന്ന് നാം ജീവനുള്ളവരുടെ ദേശത്തായിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാദയയാണ്. ദൈവം നമുക്ക് തന്ന ദാനമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ഈ വർഷത്തിൻ്റെ ആരംഭം മുതലുള്ളതായ ഓരോരോ സംഭവങ്ങളെ ഒക്കെ എടുത്തു നോക്കൂ. ഓരോരോ ദേശങ്ങൾ കണ്ണുനീരിലും വെണ്ണീറിലും യാതനകളുടെ മധ്യത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദേശത്തിലെ അവസ്ഥകൾ കണ്ട് നിലവിളിപ്പാനുമായി ഒരു കൂട്ടം ജനങ്ങളെ ദൈവം ലോകത്തിൽ അന്വേഷിക്കുന്നു. അതിലൊരു വ്യക്തി നമ്മളാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ലോകത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ, ദൈവസന്നിധിയിൽ ദൈവം പറയുന്നതായ കാര്യങ്ങളെ വേറൊരു വ്യക്തിയോട് പറയുവാൻ ബാധ്യതപ്പെട്ട ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളും ഞാനും ഒക്കെ ആ കൂട്ടത്തിൽ പെടുമായിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ദൈവം വളരെ വ്യക്തമായി സമയാനുസമയം കേൾപ്പിക്കുന്നത്. കേവലം ദൈവത്തിൻ്റെ വചനം, പ്രഭാത വചനങ്ങൾ അല്ലെങ്കിൽ ആരാധനകൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നാം ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുവാൻ നമ്മളെ ദൈവം ഉപയോഗിക്കുന്നതായിരിക്കണം. ദൈവത്തിൻ്റെ മുൻപിൽ ധാരാളം പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. അതിൽ ഭാഷാവ്യത്യാസം ദൈവം കാണുന്നില്ല, സഭാവ്യത്യാസം കാണുന്നില്ല. ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുന്നവരാരോ അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ ബോധപരമായിട്ടുള്ളതായ വലിയൊരു താല്പര്യകരമായ ഒരു പ്രവർത്തനം അവരെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവം നടത്തുന്നു എന്നുള്ളതാണ് സത്യം. 1,20,000 പേർ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമായിരുന്നു യോനയുടെ പ്രസംഗത്തിൽ കൂടെ രക്ഷിക്കപ്പെട്ടത്. അവിടുത്തെ നിലവിലെ രാജാവിൻ്റെ സന്നിധിയിൽ അനർത്ഥത്തെക്കുറിച്ചും ദൈവം അരുളി ചെയ്യുന്നതായ വചനങ്ങളെക്കുറിച്ചും അവരുടെ മേൽ ദൈവം കൊണ്ടുവരുന്നതായ ആ കോപാകുലമായിട്ടുള്ള ചില സമയങ്ങളെയും കുറിച്ചൊക്കെ രാജാവ് കേട്ടപ്പോൾ ആ ഭരണകൂടം തന്നെ ഇളകി. ആ ഭരണകൂടത്തിന് ആദ്യം ഒരു മാനസാന്തരമുണ്ടായി. ഭരണകൂടത്തിൽ വ്യതിയാനങ്ങളുണ്ടായി, അവരുടെ ചിന്താഗതിക്ക് മാറ്റമുണ്ടായി.
കുടുംബനാഥന്മാരിൽ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടായി. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ടായി, കുടുംബത്തെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ടായി. മാനസാന്തരപ്പെടണം. മാത്രമല്ല, അവരുടെ അന്നം കൊണ്ട് ഉപജീവിക്കുന്നതായ മൃഗങ്ങൾക്ക് പോലും അവർ ഉപവാസം പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം തരുന്നതായ സമയങ്ങളെക്കുറിച്ചും ദൈവം ചെയ്യുന്നതായ അരുളപ്പാടുകളെക്കുറിച്ചും നമ്മുടെ സന്നിധിയിൽ അത് ദൈവശക്തിയായി പരിണമിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കാവലായി പരിണമിക്കണമെങ്കിൽ, അതിൻ്റെ എല്ലാം പരമാധികാരം ദൈവത്തിൽ നിന്ന് ഒത്തുകൊള്ളുന്നതായ ഒരു പ്രഭാതമായി ഈ പ്രഭാതം മാറുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ, ദൈവമാണ് നമ്മുടെ മുൻപിലുള്ളതായ സമയങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വം വഹിക്കുന്നത്. അവൻ തന്നല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല. നമ്മുടെ തലമുറകൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കുടുംബങ്ങൾക്ക് അങ്ങനെ നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ മേൽ വരുന്നതായ അനർത്ഥങ്ങളെ ഒഴിവാക്കി സ്വസ്ഥ സ്ഥാനങ്ങളിലേക്ക് സമയാനുസമയം നമ്മെ പരിരക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോകുവാൻ സർവശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധം ഈ പ്രഭാതത്തിൽ ദൈവം കാണിക്കുകയാണ്. ദൈവം വെളിപ്പാട് നമുക്ക് തരികയാണ്. സൂക്ഷിപ്പാനും പരിപാലിക്കുവാനും സർവശക്തനായ ദൈവം. നാളെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നാം നേരിടേണ്ടതെന്ന് അറിയില്ല. പക്ഷെങ്കിൽ ദൈവം വളരെ ശക്തിയായ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് സൂക്ഷിപ്പാൻ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല, അവൻ തളർന്നു പോകുന്നില്ല, അവൻ നമ്മെ പരിപാലിക്കുവാൻ ശക്തനാണ്. സമയാനുസമയം നാം മാനസാന്തരപ്പെടേണ്ടതായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം തരുവാൻ മഹാദയുള്ള ദൈവം, അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ കരുണയെ ഓർത്ത് ദൈവത്തെ സ്നേഹിപ്പാൻ നമുക്കിനിയും ഈ പ്രഭാതത്തിൽ അധികമായ കൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.